നമസ്കാരം. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഗൂഗിളിൽ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടിയിൽ നോക്കുന്ന ഒരാളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിരിക്കണം. ചാറ്റ് ജി പി ടിക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, അത് സൈക്കോ ഫാൻസി എന്ന് പറയും. അതായത് SR എന്ന് മൂളാൻ ഒരു ടെൻഡൻസി അതിനുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കൂണിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇത് കഴിച്ചാൽ നല്ലതാണോ എന്ന് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ ചാറ്റ് ജി പി ടി പറയും ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്, ഇത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ കണ്ണുകൾക്ക് നല്ലതാണെന്നൊക്കെ പറയും. അതേ കൂണ് കഴിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ICU കിടക്കുമ്പോൾ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുകയാണ് ഈ കൂണ് കഴിച്ചാൽ ഹോസ്പിറ്റലൈസ്ഡ് ആവുമോ എന്ന് ചോദിച്ചാൽ ചാറ്റ് ജി പി ടി പറയും യെസ്, ഇതേ കൂണ് കഴിച്ചാൽ ഹോസ്പിറ്റലൈസ്ഡ് ആവും, ഇന്ന കോംപ്ലിക്കേഷൻസ് വരുന്നു. അതുപോലെ തന്നെ ഈ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കയറി വരുന്ന വെബ്സൈറ്റ്സ് ഉണ്ടല്ലോ, ഫസ്റ്റ് വരുന്നത്, അതിൽ അധികവും വെബ്സൈറ്റ്സും ഡോക്ടർമാർ എഴുതിയതല്ല. ഡോക്ടർമാർ എഴുതിയ കണ്ടൻറ്റിനെ ഈ SEO മാനേജേഴ്സ് എന്ന് പറയും, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്യുന്ന മാനേജേഴ്സ് ഉണ്ട്. അവർ സെർച്ച് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കയറി വരാൻ വേണ്ടി അവർ റീറൈറ്റ് ചെയ്യുന്ന കണ്ടൻറ്റാണ് നിങ്ങൾ കൂടുതലും വായിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും നല്ല സ്റ്റഡീസ്, ബെസ്റ്റ് സ്റ്റഡീസ് ആർ ഓൾവേസ് പേവാൾ പ്രൊട്ടക്റ്റ്. അതായത് ഏറ്റവും നല്ല സ്റ്റഡീസൊക്കെ നമുക്ക് പൈസ കൊടുത്താലേ അതിന് ആക്സസ് കിട്ടുകയുള്ളൂ. ഇനി ഇതിൻ്റെ അപ്പുറത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ക്ലിനിക്കൽ ട്രയലിന് നല്ല പൈസ വേണം, ഫണ്ട്. അപ്പോൾ ഈ ഫണ്ട് ചെയ്യാൻ മോസ്റ്റ്ലി ഫാർമ കമ്പനീസാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യത്തിനും അവർ ഫണ്ട് ചെയ്യാൻ പോവില്ല. ഇതുകൊണ്ട് ഇത് മുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങളത് ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ആളോട് ചോദിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനോട് ചോദിക്കുന്നേരം നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് നേരിട്ട് ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റും.